ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കറി കേട്ടോ. അതിനുള്ള മസാലയാണ് ഇത് ചെയ്ത് വെച്ച് കിടക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കനെ ഞാൻ നന്നായിട്ട് വണക്കിയിട്ട് ആ ഒരു പശപശപ്പ് പോകാനാണ് കേട്ടോ. നന്നായി വണക്കി, നന്നായി ബ്ലാക്ക് കളറായിട്ടോ, നന്നായി വണക്കി അതൊരു സൈഡ് വെച്ചു. പിന്നെ നമ്മുടെ മസാല മിക്സി ജാറിലിട്ടു. മസാലയ്ക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ചെറിയുള്ളി, തക്കാളി, വെളുത്തുള്ളി, ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി അതെല്ലാം കൂടി ഇട്ടു. പിന്നെ ആ ചീൻചട്ടിയിൽ വഴക്കിൻ്റെ വെള്ളം അതൊഴിച്ചു കേട്ടോ. അതൊഴിച്ചു കുറച്ച് വെള്ളം, ആ മസാലൻ്റെ വെള്ളം. പിന്നെ അത് നല്ല ഫൈനൽ പേസ്റ്റായിട്ട് അരച്ച് വെച്ചു. പിന്നെ ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയത്. മൺചട്ടി വെച്ചു, അതിലൊരു എണ്ണ ഒഴിച്ചു. കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ഫസ്റ്റ്. ഓക്കെ, ചൂടാകട്ടെ. മൺചട്ടി ആയതുകൊണ്ട് എനിക്കൊരു എണ്ണ പെട്ടെന്ന് ചൂടാവില്ല, മൺചട്ടി അല്ലേ. ചൂടാവട്ടെ പറഞ്ഞിട്ട് ചൂടായി. നല്ലോണം ചൂടായപ്പോൾ ഞാൻ ഫസ്റ്റ് കടുകിട്ടു. പിന്നെ കുറച്ച് വെന്തയം, പിന്നെ എന്താ കറിവേപ്പില, മൂന്നും ഇട്ട് അത് നല്ല ഫ്രൈ ആയിട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഈ വെണ്ടയ്ക്ക കൂട്ടാൻ. നിങ്ങൾ ആരും ഇങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടാവില്ല. ഇത് ഏത് സ്റ്റൈലാണെന്ന് എനിക്കറിയില്ല. തമിഴ്നാട് സ്റ്റൈലാണോ കേരളത്തിൽ സ്റ്റൈലാണോ ഏത് സ്റ്റൈലാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി, എനിക്കിഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ആ വെണ്ടയ്ക്ക വണക്കി വെച്ചില്ല, അത് ഇട്ട് എണ്ണയിട്ട് നല്ലോണം അങ്ങോട്ട് വണക്കി ഞാൻ അടിഞ്ഞു. അവൾ ആ ചട്ടി കിടന്നങ്ങോട്ട് വണങ്ങി. ആ വണക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ എണ്ണയിലൊക്കെ വണങ്ങുമ്പോഴേ ഒരു ടേസ്റ്റാണ്. നല്ലോണം വണങ്ങി നല്ലോണം വണങ്ങി. ഓക്കെ, അടുത്ത് ആ അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ചു. അരച്ച് വെച്ച മസാല അതാണ് ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സി ജാറിൽ ആ വെള്ളം ഒഴിച്ചു. ഒഴിച്ചു കണ്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ഒരുപാട് കട്ടി നല്ല കുറുമ മാതിരി ഉണ്ടായിരുന്നു. എനിക്ക് അത്ര കുറുമ പോലെയൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്താ ചെയ്തറിയോ, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക പറഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിട്ടോ. നന്നായി വെള്ളം ഒഴിച്ച് ഇളക്കി. പിന്നെന്താ, കാണാൻ തന്നെ രസമല്ലേ. പിന്നെ ഞാൻ നമ്മുടെ ഫേവറേറ്റ് ഉപ്പിലേക്ക് കൂട്ടാൻ എന്താകും, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിലേക്ക് കൂട്ടാൻ പോയില്ലേ. ഉപ്പിട്ട് നന്നായി ഇളക്കി. ഞാൻ കുറച്ച് ഉപ്പിട്ടുള്ളൂ, കാരണം ഞാൻ മസാല ആയിരിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ, ഉള്ളി വണങ്ങാനായിട്ട്. ആ ഉപ്പ് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടു. പിന്നെ നന്നായിട്ടത് തിളച്ചു കണ്ടോ. നന്നായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് അത് തിളച്ച് മറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കി. മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചു. എനിക്കിഷ്ടമാണ് വെണ്ടയ്ക്ക കൂട്ടാനേ. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്യുക. എൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് അറിയില്ല, നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യുമെന്നും അറിയില്ല. എൻ്റെ സ്റ്റൈലാണേ. അങ്ങനെ ചെയ്തു. നല്ലോണം തിളച്ചപ്പോൾ നമ്മുടെ പുളി ഒഴിച്ചപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് മാറുമെന്ന് എനിക്കറിയാം. കാരണം പുളി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അവളെ നന്നായി ഇളക്കി. ഞാൻ അടച്ചു വെച്ച് കുറേ നേരം അത് തിളപ്പിച്ചു. പുളി നല്ല വേവുന്ന സാധനമല്ലേ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പുളി ഒഴിച്ച് നമ്മൾ ഇറക്കാൻ പാടില്ല. നന്നായി തിളച്ച് കുറുകി വരണം കൂട്ടണ്ട. കുറുകി വന്നു നല്ല കുറുക്കി. ആ മസാല, പുളി, ഉപ്പ് എല്ലാം വെണ്ടയ്ക്ക് പിടിച്ച് നല്ല പാലക്കാട് സ്റ്റൈലിൽ പറഞ്ഞാൽ നല്ല ചൊടുപ്പായിട്ടാണുള്ള വെണ്ടയ്ക്ക പുളി എന്നത്. ഒറ്റൊന്നും മതി ചോറിന്, വേറെ ഒന്നും വേണ്ട.
2 ദിവസമായാലും കേടേ വരില്ല അത്. അങ്ങനെ ഞാൻ തിളച്ചു മറിയുന്ന വെണ്ടയ്ക്ക് കൂട്ടാൻ കഴിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അത് തിളച്ചപ്പോൾ അത് ഞാൻ